ഹലോ ഹലോ പറയൂ. ഓ നിങ്ങൾ പേരെന്താണ്? എന്റെ പേര് പ്രഭാഷ് കുമാർ. എവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ? കോഗ്നിസന്റ് വർക്ക് ചെയ്യുന്നു. കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസ്. എവിടെ? നാട്ടിലെവിടെയാ? കോഴിക്കോട്. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സഞ്ജീവ്. സഞ്ജീവ് എവിടെ വർക്ക് ചെയ്യുന്നത്? പുയ്യാപ്പിളയാണ്. പുതിയ ഓക്കെ 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 ഓക്കെ. കൺഗ്രാറ്റുലേഷൻ. മെയ് 17 വിവാഹമാണ്. എല്ലാം ഇപ്പോഴേ ക്ഷണിച്ചുള്ളൂ. എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? ഞാൻ TCS ലാണല്ലേ? എവിടെ? നാട്ടിലെവിടെയാണ്? നാട്ടിൽ ചെങ്ങന്നൂരാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വേറെ ആരെങ്കിലും? ഇവിടെ 2 കോന്തന്മാരുണ്ട് ആ റൂമിൽ. ഓക്കെ, നമുക്ക് അവരെ പോയി പരിചയപ്പെടാം. എന്താ നിങ്ങളുടെ പേരെന്താ? വിഷ്ണു. എവിടെ വർക്ക് ചെയ്യുന്നത്? മൈൻട്രി. ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടിലെ കോട്ടയം. ഓ നിങ്ങൾ? ശ്യാമോൻ. നാട്ടിലെവിടെയാ? നിങ്ങൾ TCS ലാണ് വർക്ക് ചെയ്യുന്നത്? ഒരു നേരം 10 വട്ടം ഒറ്റയടിക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഒരു പോട്ടറുണ്ട് ഇവിടെ. എന്താ പേര്? അബ്ദുൾ റൌഫ്. TCS ൽ വർക്ക് ചെയ്യുന്നു. എത്ര മുട്ടായിരിക്കും ഒരു ദിവസം? ഒരു ദിവസം 10 മുട്ടായിരിക്കും. ഹോബീസ് എന്താണ്? എന്റെ ഓഫീസാണോ? ഇതെന്താണ് പരിപാടി? ഇത് നമ്മളൊരു വിചിത്രമായ പരിപാടിയിലേക്ക് കണ്ടെടുത്ത ലാപ്ടോപ്പാ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രേക്ഷകരോട് പറയുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഡെൽ എങ്ങനെ നമുക്ക് അത് കേടുവരുത്തിയിട്ട് അത് വീണ്ടും എങ്ങനെ ഒരു ഡെൽ ലാപ്ടോപ്പായിട്ട് രൂപീകരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു ആണ്. അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ശ്യാമോനാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മളൊരു ഡെൽ XPS 14RL 401X അസംബ്ലി സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ. ഇതിന്റെ മെയിൻ കമ്പോണൻസ് ആയ മദർ ബോർഡ്, പ്രൊസസർ, ഹീറ്റ് സിങ്ക്, അതാണ് ഈ മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ. നമ്മളിപ്പോ ഓൾറെഡി പ്രൊസസർ, ഹീറ്റ് സിങ്ക് ഓൾറെഡി മദർ ബോർഡിലേക്ക് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ബാക്കിയുള്ള സെഷൻ അതിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതാണ് ഡിസ്പ്ലേ അല്ലേ? ഓക്കെ. ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും? അറൗണ്ട് ഇതിന് മാത്രമായിട്ട് 14,000 അറൗണ്ട് വരുന്നുണ്ട്. 14,000. ഞാൻ ഇതിന്റെ പുറഭാഗം കാണുന്നുണ്ട്. അത് പേപ്പറല്ല, ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ. ഓക്കെ, ഇതാണ് QWERTY കീബോർഡ് ആണല്ലേ? QWERTY അല്ല, നമ്മുടെ ബാക്ക്ലിറ്റ് കീബോർഡ്. ഓക്കെ. ഇതിനെന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? ഇതിന് എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും? നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മള് ബാക്ക്ലിറ്റ് ആണ് വരുന്നത്, അതാണ് ഇതിന്റെ ഡിഫറൻസ്. പിന്നെ അതിന്റെ ബാക്ക് പാനലും അതിന്റെ ഡ്യുവൽ സ്പീക്കേഴ്സും JBL സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, 2 സ്പീക്കേഴ്സ് ഉണ്ടല്ലേ? 1.3 വാട്ട്സ് JBL സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. അതിന്റെ ഹാർഡ് ഡിസ്ക് എത്രയാണ് അതിന്റെ മെമ്മറി? 500 GB SATA ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 2GB DDR3 മോഡ്യൂൾ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് വരുന്ന അതിന്റെ വൈഫൈയുടെ കാർഡാണ്. ഓക്കെ ഓക്കെ. അത് DVD റൈറ്റർ, 9 ബാറ്ററി ആൻഡ് ടച്ച് പാഡും. ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത് അല്ലേ? പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നതാണ്. ഓക്കെ ഓക്കെ. നമുക്ക് അസംബ്ലിയിലേക്ക് കടന്നു. ഈ പുതിയ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഉപ്പ് മുളക് എല്ലാം ഇവിടെ. ഞങ്ങളിപ്പോ ഡെല്ലിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരാം. ബുക്കാണ് ഇത്. മെനു ഇതിലാണുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓ, നിങ്ങൾ ഇതാണ് നിങ്ങളുടെ സീക്രട്ട്. നിങ്ങളുടെ ഈ മസിലിന്റെ സീക്രട്ട് ഇതാണ്. ഓക്കെ ഓക്കെ. വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. നമുക്കത് കാണാം. അത് പിന്നീട് നമുക്ക് അങ്ങോട്ട് വരുന്നതാണ്. ഓക്കെ, എല്ലാം വ്യക്തമാണ്. അങ്ങോട്ട് പിന്നീട് വരുന്നതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ. അല്ല, നമുക്ക് ഈ അസംബ്ലിങ് പ്രധാനമായിട്ടും നമ്മൾ അതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. ഓക്കെ. നമ്മൾ ഇതിവിടെ എടുത്തിട്ട് അതിന്റെ അലൈൻമെന്റ് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. സ്പീക്കേഴ്സിന്റെ അലൈൻമെന്റ് സെക്ഷൻ ആണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ അത് കുടുങ്ങി മുകളിലെല്ലാം കുടുങ്ങി പോകില്ല. അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഓക്കെ ഓക്കെ. പിന്നീട് ഓക്കെ. പിന്നെ വരുന്നുണ്ട്, നമ്മൾ ലോക്ക് ചെയ്യണം. ഓക്കെ, അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും അഴിക്കേണ്ടി വരും, വർക്കായില്ല എന്ന് വരും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നമുക്ക് ഈ സൈഡിൽ വേറെ ഒന്നും നമുക്ക് വരാനില്ല, ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പിന്നെ ഇതൊരു സ്ക്രൂ ബാലൻസ് ആവാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതെ, ഏതാണ്? അതായത് സ്ക്രൂ ഒന്നും ബാക്കി വരാൻ പാടില്ല. സമയത്ത് സ്ക്രൂ ഒന്നും ബാക്കി വരാൻ പാടില്ല. അത് ആരും കാണാൻ നമ്മളെടുത്ത് കളയാനുള്ള ശ്രദ്ധ നമ്മൾ ആവശ്യമില്ലാത്ത സ്ക്രൂ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത നമുക്ക് അതിന്റെ ഡിസ്പ്ലേ ഇതിലേക്ക് ഓക്കെ ഓക്കെ. ഡിസ്പ്ലേ ആണ് പ്രധാനമായിട്ട്. അതിന്റെ നമുക്ക് ലാൻഡ് വൈഫൈയുടെ കേബിൾ ഇതിനകത്ത് ആന്റിന വരുന്നത്. ഈ കണ്ട പാർട്സുകളിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വരുന്ന ഡിസ്പ്ലേ ആണ് അല്ലേ? അതെ. പിന്നെ വരുന്നത് മദർ ബോർഡ് അറൗണ്ട് 11,000 വരും. ഇതിന്റെ ഡിസ്പ്ലേ ഇത് ഇപ്പൊ എത്ര ഇഞ്ചാണ്? ഇതിന്റെ സൈസ് വിഡ്ത്ത് എത്രയാണ്? ഇപ്പോൾ ഡിസ്പ്ലേ സൈസ് നമുക്ക് വരുന്നത് 14 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. 14. ഓക്കെ ഓക്കെ.
ഓക്കെ. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടത്, കാരണം ഇത് ഇതിനുമായി കണക്ട് ചെയ്യുന്നത് വളരെ ടെക്നോളജി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധ വേണം ഇത് ചെയ്യണമെങ്കിൽ. ഓക്കെ. നമ്മൾ ഓൾറെഡി അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതായത് മെയിൻ ഡേറ്റ ട്രാൻസ്ഫർ ഇതായിരിക്കും അല്ലേ? അതെ, സിഗ്നൽ ട്രാൻസ്ഫർ, ഡിസ്പ്ലേയിലേക്കുള്ള സിഗ്നൽ ട്രാൻസ്ഫർ ലൈനാണത്. അത് പേപ്പറാണെന്ന് വിചാരിച്ചിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അതാണ് താങ്കൾ ആദ്യം അത് ഓക്കെ, ശ്യാമൻ എന്താ പറയുന്നത്? അല്ല, താങ്കൾ ഇത് പേപ്പറാണെന്ന് എന്നാണോ വിചാരിച്ചത്? അതെ, ഞാൻ ഒരു പേപ്പർ പോലെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഇത് വെച്ചിട്ട് ഇത് കളറിലുള്ള വേറെ പേപ്പർ നോക്കിയാലോ? ഓക്കെ, നിന്റെ അടുത്തുണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രൂ ബാലൻസ് ആവാതെ നോക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് വിഷ്ണു കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രൂ ബാലൻസ് ആവാതെ. ഓക്കെ. ശ്യാമ, നിങ്ങൾക്ക് പറയാമോ ഇപ്പൊ ഇതിൽ നിന്ന് എത്ര സ്ക്രൂ നമ്മൾ എടുത്തിട്ടുണ്ടെന്നാ? ഇതിൽ നിന്ന് എത്ര സ്ക്രൂ നമ്മൾ നോക്കേണ്ടി വരും? ഏകദേശം ഒരു അറൌണ്ട് 20 സ്ക്രൂസ് ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ് ഈ അസംബ്ലിങ്ങിൽ അല്ലേ? സ്ക്രൂ മാറിപ്പോയി അല്ലേ? അത് ലെങ്ത് പറഞ്ഞത് എടുക്കുക. ഓക്കെ. അതെ, നമ്മൾ പൊളിക്കുക, തിരിച്ചു വെക്കുക, അതാണ് നമ്മുടെ ഒരു രീതി. നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ ഹീറ്റ് സിങ്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് അയച്ച ശരിക്കും നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് ഫിക്സ് ചെയ്ത് ഇത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരു ലാപ്ടോപ്പ് പോയത് കൊണ്ട് വിഷ്ണുവിന് പ്രശ്നമൊന്നുമില്ല. ഓഹോ, അതെ അതെ. You don't have any problem for ഓക്കെ. ഒന്ന് പോയാൽ അടുത്ത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, പെട്ടിയിലുണ്ടല്ലേ? പിന്നെ ഓക്കെ. അടുക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും ബാധകമാകുന്നില്ല. ഓക്കെ, താങ്കൾക്ക് പോയിട്ട് അടുത്തൊരു ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം, ഒരു ഡെല്ലിന്റെ ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് വരാമോ? പോയി എടുത്തിട്ട് വരുമോ? നമുക്ക് ഇത് ഇനി ശരിയായില്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുകൊണ്ട് ചെയ്യാലോ. ഓക്കെ ഓക്കെ, പോയി എടുത്തിട്ട് വരൂ. നമ്മൾ ഡിസ്പ്ലേയിൽ 2 സ്ക്രൂസ് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനി നമുക്ക് ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. ഒരു സ്ക്രൂ ഉണ്ട്, അതെങ്കിലും അതും കൂടി എവിടെയെങ്കിലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം അല്ലേ? ഇല്ല, നമുക്ക് ഇനി ഇത് അഴിക്കുന്നതിലും അതിന് കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, കാണിക്കുക ലാപ്ടോപ്പ് ഏതാണത്? ഡെല്ലിന്റെ. നമുക്ക് ഇത് അഴിക്കുന്നത് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓ, അപ്പൊ എല്ലാവരുടെയും അടുത്ത് ഡെല്ലിന്റെ ലാപ്ടോപ്പ് ആണല്ലോ അല്ലേ? ഡെല്ലാണ് ഇവിടെ. ഡെൽ ഫാമിലി പോലെയാണ്. അഴിക്കേണ്ട ആവശ്യമില്ല, നിലത്തിട്ടാ തെറിക്കും അപ്പം തന്നെ. ഇത് നിലത്തിട്ട് പൊട്ടിക്കണോ അത് അഴിക്കണോ? അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത് നമുക്ക് വർക്ക് ആയില്ല എങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് അഴിച്ചു നോക്കിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഇത് ലെറ്റ് ഹിം കംപ്ലീറ്റ് ദിസ്. 10 കൂട്ടക്കാരാ, അതിന്റെ ഉടമസ്ഥ ഞാനാ. ഞാൻ പറയുന്നത് അത് അയച്ചോ. ഓ, താങ്കളുടേതാണോ? അതിന്റെ ഉടമസ്ഥ ഞാനാ, നീ അയച്ചോ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. ഇനി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? അതല്ലേ എല്ല. ഇനി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഞാൻ ഇതിനെ കുറിച്ച് ഞാനിപ്പോ ഇത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി. കാരണം ഇതിൽ പല പാർട്സുകളുണ്ട്. ശരി. ഇതൊക്കെ അദ്ദേഹം എവിടെയെല്ലാം ഫിറ്റ് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി ശരി. താങ്കളുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? പ്രതീക്ഷിക്കുന്നത് പലതരം സ്ക്രൂകളും പലതരം ഡിവൈസുകളും ബാലൻസ്. ശരി, താങ്കളുടെ കയ്യിലിരിക്കുന്ന 2 സാധനങ്ങൾ അത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? ഇപ്പോൾ താങ്കളുടെ കയ്യിൽ ഇതിപ്പോ വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രെയിം ആണ്. അതായത് ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ പവർ ബട്ടൺ കണക്ഷൻ സെക്ഷൻ ആണ് ഇപ്പൊ അടുത്തത്. നമുക്ക് താങ്കൾക്ക് വിഷ്ണുവിലേക്ക് വീണ്ടും തിരിച്ചു പോവാം. ഓക്കെ, നമുക്ക് വീണ്ടും വിഷ്ണുവിലേക്ക് തിരിച്ചു വരാം. വളരെ ശ്രദ്ധാപൂർവം അതെടുത്ത് പോയിന്റിലെടുത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇതിന്റെ പവർ ബട്ടൺ ആണ് ഈ വരുന്ന മോഡ്യൂൾ. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ട് അത് ലോക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഡിസ്പ്ലേ കണക്ഷൻ ലൈൻ കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ചാനൽസ് ഉണ്ട്. കൃത്യമായിട്ട് ആ ചാനൽ വെച്ചില്ലെങ്കിൽ വീണ്ടും വേറെ എന്തെങ്കിലും സ്ക്രൂ ചെയ്യുന്ന സമയത്ത് കയറി ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതെല്ലാം അവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നതെന്ന് കാണിക്കാമോ നിങ്ങൾക്ക്? ഓക്കെ, തീർച്ചയായും. ഇതാണ് നമ്മൾ ഇത് നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിന്നെ ഇതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ ഓക്കെ, ഇത്രയും ഈസി ആണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതിന് വാറണ്ടി എല്ലാം ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ എല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ. അതെ അതെ അതെ, അത് താങ്കളുടെ അഭിപ്രായം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ബാക്ക് സൈഡിൽ കുറച്ച് പണികളുള്ളതുകൊണ്ട് നമുക്ക് തിരിച്ച് ഓക്കെ, അത് നമ്മൾ ഇങ്ങോട്ട് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്താണ് 2 ഞാൻ ശ്രദ്ധിച്ചത് വെണ്ടക്കാക്ഷരത്തിൽ 2 പിന്നെ വേർഡ് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ, എന്താണെന്ന് പറയാമോ? ഡിം എ ഡിം ബി എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അതെ അതെ, നമ്മുടെ റാമിന്റെ സ്ലോട്ടുകളാണ്. നമുക്ക് അവസാനം അതിലേക്ക് വരാം. അതിൽ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 വരുന്നതിന് മുമ്പായി നമുക്ക് മോഡ്യൂൾ 3 പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ
ഓക്കെ, അതെന്താണെന്ന് പറയാമോ? ഇത് നമ്മുടെ വൈഫൈയുടെ കാർഡാണ്. അതിൻ്റെ ആൻറ്റിന വരുന്ന സ്ക്രീനിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ഓക്കെ ഓക്കെ അതിൽ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, വയർലെസ് ലാൻ ആണത്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, അതിനുശേഷം നമുക്ക് മെഴുകുതിരി അതിൻ്റെ ഉള്ളിൽ കത്തിച്ചു വെക്കണം കുറച്ച് നേരം. ഇതെന്തിനാണ് ഈ മെഴുകുതിരി? ഇത് കത്തിച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അതായത് വല്ല പിന്നെ തുളകളും ബാക്കി ഉണ്ടെങ്കിൽ അത് അടച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പവർ ഫെയിലിയർ ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണത്. സാധാരണ കുറച്ച് നാള് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ പണിയൊന്നുമില്ലേ? പാറ്റ പോലുള്ള എന്റെ വാങ്ങിയിരിപ്പോ ഇതിന്റെ അസംബ്ലി സെഷൻ ഒക്കെ പോയി നല്ല തേറി വരും കേട്ടോ. അങ്ങനെ ഇഴജന്തുക്കളെല്ലാം വന്ന് എന്തെങ്കിലും ഹോൾസ് ഉണ്ടായി കഴിഞ്ഞാൽ What is this here? അത് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്യാൻഡിൽ യൂസ് ചെയ്യുന്നത്. എടാ ഓ നിനക്ക് ഇങ്ങോട്ട് മാറ്റിയതല്ലേ ഡ്രസ്? ഞാനും വിചാരിച്ചു എവിടെ പോയി ഡ്രസ്സൊക്കെ. കരണ്ടില്ലേ? പവർ ഫെയിലിയർ. കരണ്ടില്ല? മൈ ഗുഡ്നസ്. വരില്ല നീ. അപ്പോൾ ക്യാൻഡിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കത്തിക്കാൻ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇത് കത്തിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഇത് അത് ഓക്കെ. അങ്ങനെ താങ്കൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ആ ലാപ്ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാമോ? ഡിസ്പ്ലേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ സാധനം ചെയ്യുന്നത്. ഓക്കെ പക്ഷെ ഇത് ഈ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ടെസ്റ്റ് ശരിക്കും പോകുന്നത്. ഓക്കെ. താങ്കൾ എന്താണ് പറയുന്നത്, ആ കീബോർഡിന്റെ ഭാഗത്ത് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ആ മോഡ്യൂളിന്റെ സെക്ഷൻ അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ വിഷ്ണു ആ മോഡലിന്റെ സെക്ഷൻ കൂടി അതിന്റെ ഇടയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ. ഇതിൽ ഇവിടെ നമുക്ക് ബി എന്നെഴുതിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കാണാം. ഓ, ബി എന്ന് പറഞ്ഞാൽ ബാക്ക് പാനലിൽ നിന്നാണ്. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ CR അല്ലെങ്കിൽ BR എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഭാഗമാണ്. ബിയർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ. ഇവിടെയൊക്കെ ബി ഉണ്ടോ അതെല്ലാം നമ്മുടെ ഫ്രണ്ട് ബാക്ക് സൈഡ്. ഓക്കെ, അത് എങ്ങനെയാണ് സ്ക്രൂ അതിന് ഡിഫറെൻ്റ് ആയിരിക്കുമോ? സ്ക്രൂസ് നമുക്ക് കോമൺ 2 ലെങ്ത് ആണ് വരിക, അതല്ലാതെ വേറെ ഡിഫറൻസ് അധികം വരുന്നില്ല. ഓക്കെ ഓക്കെ. ത്രെഡ് എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ താങ്കൾ ഇത് ആദ്യമായിട്ടാണോ ഇത് അഴിച്ചു നോക്കുന്നത്, അതോ ഇതിനു മുമ്പ് താങ്കൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് ഞാൻ ഈ മോഡൽ സെക്കൻഡ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്. താങ്കൾക്ക് ആദ്യം ചെയ്തപ്പോഴേ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്തത്? ആദ്യം ചെയ്തത് വിജയകരമായത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊരു കോൺഫിഡൻസ് ലെവൽ വന്നത്. നമ്മൾ എങ്കിലും താങ്കളുടെ സ്വന്തം ലാപ്ടോപ്പ് ആയിരുന്നപ്പോൾ താങ്കൾക്ക് ഒരു ഫീലിംഗ് തോന്നിയില്ലേ ഫസ്റ്റ് ഇത് അഴിച്ചു? നമ്മളെ സ്വന്തം ലാപ്ടോപ്പ് ആകുമ്പോൾ നമുക്ക് തീർച്ചയായും റിസ്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. റിസ്ക് എടുത്ത് ചെയ്യാവുന്നതാണ്. എങ്കിലും ഓക്കെ, അപ്പോൾ ഇത് വിജയകരമായി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളൊരു സർവീസ് സെൻറ്റർ ആരംഭിക്കാനുള്ള വല്ല പരിപാടികൾ ഇല്ലാതില്ല. നമ്മൾ ചെറിയ തോതിൽ ഔട്ട് ഓഫ് വാറണ്ടി പ്രൊഡക്ട്സ് എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ. പാർട്സ് വാറണ്ടി നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ്, അല്ലാതെ നമ്മളൊരു പാർട്ട് സർവീസിങ് ലാപ്ടോപ്പിൽ പോസിബിൾ അല്ല. ഓക്കെ, ഓക്കെ. അതായത് നമ്മൾ ഔട്ട് ഓഫ് വാറണ്ടി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം നമ്മൾ സർവീസ് ചെയ്യും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതാണ് നമ്മൾ റെക്കമെൻഡഡ് ആയിട്ട് ചെയ്യാനും നല്ലതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേത് എന്തായാലും അവർക്ക് ഫ്രീ സർവീസ് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യമില്ല. കമ്പനി പാർട്സിൻ്റെ ക്വാളിറ്റി നമുക്ക് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഫ്രണ്ട് പാനൽ ബാക്ക് പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അധികം പണികളൊന്നുമില്ല. നമുക്ക് വരുന്നത് കീബോർഡ് അസംബ്ലി. അഴിച്ചപ്പോൾ എത്ര സ്ക്രൂ ബാലൻസ് വന്നിരുന്നു? എല്ലാ സ്ക്രൂവും ഇപ്പോഴും നിലവിലുണ്ട് കയ്യിൽ തന്നെ. ഇപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ എത്ര സ്ക്രൂ ബാലൻസ് വരാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ബാലൻസ് വരാൻ കാര്യമില്ല, നമ്മളെല്ലാം തന്നെ വെക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഏതൊക്കെ സ്ക്രൂ ആണ് ബാലൻസ് വരുന്നതെന്നല്ല. എനിക്കറിയാൻ പാടില്ല ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതായിരുന്നോ എന്ന്.
അല്ല അതെല്ലാം നമ്മൾ വെളിയിൽ തന്നെ വെക്കണം. അതെല്ലാം ആവശ്യമില്ലാത്തതാണ്. അത് ഇനി നമ്മൾ അടുത്തത് അസംബ്ലി ചെയ്യേണ്ട സാധനം ഇതാണ്. കീബോർഡ്. ബാക്ക്ലൈറ്റ് കീബോർഡിൽ നമുക്ക് 2 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് അതിന്റെ സിഗ്നൽ ലൈൻ, ഇതാണ് അതിന്റെ ലൈറ്റിന്റെ പവർ ലൈൻ ആണിത്. ലൈറ്റിന്റെ പവർ ലൈനിൽ നമ്മുടെ ഈ ഓപ്പൺ എൻഡ് വരല്ലേ, അത് മുകൾ ഭാഗത്തേക്കാക്കിയാണ് വെക്കേണ്ടത്. നമുക്ക് അതിന്റെ ഒരു അസംബ്ലി സെക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതൊരു ലോക്കായിരുന്നത്, ലോക്ക് വെളിയിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ വിജയകരമായി കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ? വിജയകരമായി അതും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഒത്തിരി ഡസ്റ്റൊക്കെ കാണുന്നുണ്ടല്ലോ. അത് സ്റ്റിക്കി കമ്പോണൻസ് വരുന്നതാണ് അവിടെ, അതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല. അത് പോകത്തില്ല അല്ലേ? ഇല്ല. അവിടെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, യു ക്യാൻ ട്രൈ. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ സ്റ്റിക്കർ ഓവർ. ഓക്കെ, നമ്മൾ ഈ പോയിന്റ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പല സർവീസ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതായത് ഒരിക്കലും ഒരു തെറ്റ് പറ്റിയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്? അതെ, നമ്മളിത് പലരും സർവീസ് എഞ്ചിനീയേഴ്സ് വന്നപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അതെല്ലാം നല്ലൊരു ക്വാളിറ്റിയാണ്. തങ്ങളുടെ ക്വാളിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? ഒന്നും പറയാൻ ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ശരി. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ എത്ര ശതമാനം ഇത് പൂർത്തിയായിട്ടുണ്ട്? എന്റെ അഭിപ്രായത്തിൽ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 75% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്കൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 70% ഇതിന്റെ അസംബ്ലിംഗ് കംപ്ലീറ്റ്. താങ്കൾക്ക് എന്താണ് ഈ അസംബ്ലിംഗ് പറയുന്നില്ല, കാരണം നമുക്ക് പുറമേ നിന്ന് കണക്ട് ചെയ്യാവുന്ന മെയിൻ ഭാഗങ്ങളാണ് നമുക്കുള്ളത്. അതായത് ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്നത്, DVD റൈറ്റർ, ഇത്തരം ചെറിയ ഭാഗങ്ങൾ മാത്രമേ. അതുപോലെ കീബോർഡ് അസംബ്ലി, ഇതെല്ലാമാണ്. ഇത്രയും ഇതിൽ നിന്നും കണ്ടതിൽ നിന്നും താങ്കൾ ഇപ്പോൾ കോൺഫിഡന്റ് ആണോ? ഒരു താങ്കൾക്ക് ഇപ്പോൾ ലൈവായിട്ട് ഈ ലാപ്ടോപ്പിൽ ഇത് ഒന്ന് ചെയ്യാൻ സാധിക്കുമോ? ഈ ലാപ്ടോപ്പിൽ ഒന്ന് പരീക്ഷിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്നത് വിഷ്ണു എന്ന ആ ഒരു ടെക്നീഷ്യൻ, അതായത് ആ ഒരു താങ്കൾക്ക് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. കീബോർഡ് അസംബ്ലി ഒരളവിനെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഓക്കെ, അതിൽ നമ്മൾ സ്ക്രൂവിങ്ങിലേക്ക് കടന്നാൽ ഇനി നമുക്ക് തിരിച്ചും ബാക്ക് പാനലിലേക്ക് പോകേണ്ടതാണ്. ഇതിൽ നമ്മുടെ ലാപ്ടോപ്പ് കീബോർഡ്സിലുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീസിന് ഡാമേജ് വന്നാൽ പോലും നമുക്ക് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. ഓക്കെ, അതായത് ഒരു കീ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കീ വാങ്ങിക്കാൻ കിട്ടില്ല എന്നാണ് പറയുന്നത്, ഒരു കീ ആയിട്ട്. എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഡാമേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻഡിവിജ്വൽ കീസ് എടുത്ത് മാറ്റാം. എന്നാലും അത് എഫക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത്ര എഫക്റ്റീവ് ആവുന്നൊരു വഴിയല്ല. ഓക്കെ, നമ്മൾ വളരെ പരിശ്രമകരമായുള്ള വിഷ്ണുവിന്റെ ഒരു ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തോ ഒരു സാധനം എടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് ചോദിക്കുക. നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഏതാണ്? ഞാൻ കണ്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ സ്ക്രൂസ് എന്ന് പറയുന്നത് ഇത് 2 ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷ്ണു അതിന്റെ ഓരോ സ്ക്രൂകളും അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ടെക്നീഷ്യന്റെ പരിശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ സ്ക്രൂ എവിടെയാണ് കണക്ട്. Obviously, that is right. He's brilliant. Okay, amazing performance. ഓക്കെ, അക്ഷരാർത്ഥത്തിൽ ഇതൊരു വിജയകരമായ ഒരു പ്രവർത്തനമാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂവും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. നമുക്ക് അതിലേക്ക് കിടക്കാം.
ഓക്കെ, അദ്ദേഹം വീണ്ടും സ്ക്രൂ എടുത്തിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ഒരു സ്ക്രൂ എടുത്തിരിക്കുകയാണ്. അത് എവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒന്നും കൂടി നമുക്ക് അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ബാലൻസ് വന്നിരിക്കുന്നുണ്ട്. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഇത്രയും പാർട്ടുകൾ നമുക്ക് പുറമേ നിന്ന് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് I think these parts are don't want for this. Okay, so you can take അതിന്റെ These are useless. external assembly Just for a display, I think. ഓക്കെ, അതായത് ഇന്റേണൽ അസംബ്ലിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെന്നാണ് താങ്കൾ പറയുന്നത്. നമുക്ക് ലാപ്ടോപ്പിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ഡെൽ ലാപ്ടോപ്പിൽ ഇത്രയും സാധനങ്ങൾ ആവശ്യമില്ല, വേസ്റ്റ് ആണ് എന്നാണോ പറയുന്നത്? ഇത്രയും സാധനങ്ങൾ അത് നമ്മളെല്ലാം വെളിയിൽ നിന്ന് കണക്ട് ചെയ്യാവുന്ന അതാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒബ്വിയസ്ലി താങ്കളോട് ഞാൻ വളരെ നല്ല രീതിയിൽ ഞാൻ താങ്കളോട് സംസാരിച്ചിരുന്നു ഇതിനെ കുറിച്ച്. ഇത് എന്താണെന്ന് അറിയാമോ? ഇത് താങ്കൾ എനിക്ക് തോന്നുന്നത് ഒരു ഡിസ്ക് ആണെന്നാണ് തോന്നുന്നത്. അതായത് ഇതൊരു ഹാർഡ് ഡിസ്ക് ആണ്. സെഗേറ്റ് എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന CD ആണിത്. അതെ. ഓക്കെ, നമുക്ക് വിഷ്ണുവിലേക്ക് തിരിച്ചു വരാം. നമുക്ക് അവസാന ഭാഗങ്ങളിലൊന്നായ ഇതിന്റെ ഫ്രണ്ട് പാനലാണ് ഇത് വരുന്നത്. അതെ, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ 2 പാർട്സ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് ഇത് വരുന്നത് ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ലോക്കാണ് ഈ സൈഡ് വരിക. അതിലെ ടച്ച് പാഡ് ബട്ടൺസ് ഫ്രണ്ടിൽ വരുന്നതിനെ കണക്ട് ചെയ്യാൻ അത് ഇവിടെ വന്ന് അതിന്റെ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ നമ്മൾ സൂക്ഷ്മമായി അത് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് വെളിച്ചത്തിന്റെ കുറച്ച് അഭാവം ഇവിടെ കാണാനുണ്ട്, എന്നാലും നമ്മളത് അഡ്ജസ്റ്റ്